വെൽക്കം എവരി വൺ. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി വേർബ്സ് ആയിട്ടുള്ള ഹാസ് അല്ലെങ്കിൽ ഹാവ്, അതിനുശേഷം വെർബിൻ്റെ തേർഡ് ഫോം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു വാക്യത്തിൻ്റെ വളരെ മിനിമം ആയിട്ടുള്ള രൂപം. ഓക്കെ, ഹാസ് നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലാണ്. ഏകവചനമായിട്ടുള്ള സബ്ജക്റ്റിന് ശേഷമാണ് ഹാസ് ഉപയോഗിക്കേണ്ടത്. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, കൂടാതെ സബ്ജക്റ്റ് ഐ എന്ന പ്രോനൗൺ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാവ് ആണ്. അതിനുശേഷം വെർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിക്കണം. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ചില ഉപയോഗങ്ങൾ നോക്കാം. ആദ്യമായി present perfect tense is used to indicate completed activities in the immediate past with just. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് നമ്മൾ ജസ്റ്റ് എന്നൊരു വേർഡ് കൂടി ഉപയോഗിക്കാറുണ്ട്. അതായത് വളരെ തൊട്ടടുത്ത് നടന്നു കഴിഞ്ഞ കാര്യമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന്, ഹി ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോയതേ ഉള്ളൂ. അപ്പോൾ തൊട്ട് മുൻപ്, അല്പ നിമിഷം മുൻപ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇമ്മീഡിയറ്റ് പാസ്റ്റാണ് സൂചിപ്പിക്കുന്നത്. അതായത് അദ്ദേഹം പുറത്തേക്ക് പോയിട്ട് ഒരുപാട് സമയമായിട്ടില്ല, ഒരല്പ നിമിഷം മുൻപ് പോയിട്ടേ ഉള്ളൂ. ഇറ്റ് ഹാസ് ജസ്റ്റ് സ്റ്റാർട്ട് റെയിനിങ്. മഴ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ദ മീറ്റിംഗ് ഹാസ് ജസ്റ്റ് ബീൻ ഓവർ. മീറ്റിംഗ് ഇപ്പോൾ തൊട്ട് കഴിഞ്ഞതേ ഉള്ളൂ, അല്പം മുൻപ് മീറ്റിംഗ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങനെയാണ് ഫസ്റ്റ് യൂസേജിൽ നമ്മൾ ഈ ടെൻസ് അനുസരിച്ച് വാക്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ജസ്റ്റ് എന്നൊരു വേർഡ് കൂടി ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്ത യൂസേജ് സെക്കൻഡ്. To express past actions whose time is not given and not definite. To express past actions, ഭൂതകാലത്തിലുള്ള പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. എത്തരം പ്രവൃത്തികളാണത്? whose time is not given, അതായത് കഴിഞ്ഞ കാലത്ത് നടന്ന പ്രവൃത്തിയാണെങ്കിലും അതിന് കൃത്യമായ ഒരു സമയം നൽകിയിട്ടില്ല. ഭൂതകാലത്തിൽ ഇന്ന സമയത്ത് കൃത്യസമയത്ത് നടന്നു എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഒരു തീർച്ചയില്ല, ഡെഫിനിറ്റ്നെസ് ഇല്ല. അത്തരം കാര്യങ്ങൾ പറയാൻ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഹാവ് യു റെഡ് ഒലിവർ ട്വിസ്റ്റ്? താങ്കൾ ഒലിവർ ട്വിസ്റ്റ് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു നിമിഷം വരെ, അതായത് ഭൂതകാലത്തിൽ എപ്പോഴെങ്കിലും അത് വായിച്ചിട്ടുണ്ടോ, താനിപ്പോൾ ഈ ചോദിക്കുന്ന നിമിഷം വരെയും അതിന് ഇഫക്റ്റ് ഉണ്ട്. ഈ ഒരു നിമിഷം വരെ എപ്പോഴെങ്കിലും, ഞാൻ ഈ ചോദിക്കുന്ന നിമിഷം വരെയും താങ്കൾ എപ്പോഴെങ്കിലും ഒലിവർ ട്വിസ്റ്റ് വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് നെവർ നോൺ ഹിം ടു ബി ഹാപ്പി. ഞാൻ ഒരിക്കലും അദ്ദേഹം സന്തോഷവാനായി കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ആ തരത്തിൽ, അതായത് ഇപ്പോൾ ഈ പറയുന്ന നിമിഷം വരെയും, കുറേ കാലങ്ങളായിട്ട് ഈ ഒരു മൊമെൻ്റ് വരെയും നിമിഷം വരെയും അങ്ങനെ തന്നെയാണ്, അദ്ദേഹം സന്തോഷവാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മിസ്റ്റർ ജാക്ക് ഹാസ് ബീൻ ടു ജപ്പാൻ. മിസ്റ്റർ ജാക്ക് ഹാസ് ബീൻ ടു ജപ്പാൻ. മിസ്റ്റർ ജാക്ക് ജപ്പാനിലേക്ക് പോയിട്ടുണ്ട് എന്ന അവസ്ഥയിലാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ജപ്പാൻ എന്നൊരു വേർഡ്, അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ദർ വി ഓൺലി നീഡ് എ സിംഗിൾ പി. So you please excuse me for that. Okay, I have lost my birthday gift. I have lost my birthday gift എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് നഷ്ടപ്പെട്ടു പോയി.
എന്ന് പറയുമ്പോൾ ഈ നിമിഷം വരെയും എനിക്ക് ആ ഗിഫ്റ്റ് എന്താണെങ്കിലും തിരികെ കിട്ടിയിട്ടില്ല, ആ നഷ്ടപ്പെട്ട സാധനം എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല എന്ന അർത്ഥമാണ് അവിടെയുള്ളത്. ഐ ഹാവ് ലോസ്റ്റ് മൈ ബർത്ത്ഡേ ഗിഫ്റ്റ്. അത് എന്ന് നഷ്ടപ്പെട്ടു, എപ്പോൾ നഷ്ടപ്പെട്ടു എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് സെക്കൻഡ് യൂസേജിൽ പറയുന്നത് ടു എക്സ്പ്രസ് പാസ്റ്റ് ആക്ഷൻസ് ഹൂസ് ടൈം ഈസ് നോട്ട് ഗിവൺ ആൻഡ് നോട്ട് ഡെഫിനിറ്റ്. So let us move to the third usage of present perfect tense. It is used to describe past events when we think more of their effect in the present than of the action itself. To describe past events, ഭൂതകാലത്തിലെ സംഭവങ്ങളെ വിവരിക്കാൻ വേണ്ടിയിട്ടാണ്. വെൻ വി തിങ്ക് മോർ ഓഫ് ദർ ഇഫക്റ്റ്, അതായത് ആ പാസ്റ്റ് ഈവൻറ്റിൻ്റെ ഇഫക്റ്റിനെ, അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ ദാൻ ഓഫ് ദ ആക്ഷൻ ഇറ്റ് സെൽഫ്, ആ പ്രവൃത്തിയേക്കാൾ കൂടുതൽ ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ ഇഫക്റ്റ്, സ്വാധീനം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. മനു ഹാസ് ഈറ്റൻ ഓൾ ദ ഇഡ്ലീസ്. ഓക്കെ, മനു ഹാസ് ഈറ്റൻ ഓൾ ദ ഇഡ്ലീസ് എന്ന് പറയുമ്പോൾ മനു എല്ലാ ഇഡലിയും തിന്നു കഴിഞ്ഞിരിക്കുന്നു. അത് കുറച്ച് മുൻപ് അവൻ ചെയ്ത കാര്യമായിരിക്കാം. പക്ഷേ വെൻ ഐ കം ആൻഡ് ഓപ്പൺ ദ ലിഡ് ഓഫ് ദ കണ്ടെയ്നർ, അല്ലെ, ആ കണ്ടെയ്നറിൽ ഇഡ്ഡലി വെച്ചിരിക്കുന്നതിൻ്റെ ലിഡ് ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇഡ്ഡലീസ് ഒന്നുമില്ല. നത്തിങ് ഈസ് ലെഫ്റ്റ് ദർ. ആ ഒരു സെൻസിലാണ് ഞാൻ പറയുന്നത് മനു ഹാസ് ഈറ്റൻ ഓൾ ദ ഇഡ്ഡലീസ് എന്നാണ്. അതായത് അതിൻ്റെ ഇഫക്റ്റ് എന്താണ്? ഇപ്പോൾ ആ പാത്രത്തിൽ യാതൊരു ഇഡ്ഡലിയും, ഒരൊറ്റ ഇഡ്ഡലി പോലും അവശേഷിക്കുന്നില്ല, അതെല്ലാം മനു തിന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാവ് ഹർട്ട് മൈ ലെഗ്. എൻ്റെ കാലിന് മുറിവ് പറ്റിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഏക്കിംഗ് നൗ. ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഇപ്പോഴത്തെ ഇഫക്റ്റ് എന്താണ്? മുറിവ് പറ്റിയത് കൊണ്ട് ആ കാലിന് വേദനയുണ്ട് എന്നായിരിക്കാം, അല്ലെങ്കിൽ ബ്ലീഡിങ് എന്നും വേണമെങ്കിൽ പറയാം. ബ്ലീഡിങ് ആയിരിക്കാം. ഈ അർത്ഥത്തിലാണത് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാവ് ഡൺ മൈ ഹോം വർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് തുടങ്ങി ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ പറയുന്ന നിമിഷം അത് ഫിനിഷ് ആയിരിക്കുന്നു. ഇനി എന്താണ് അതിൻ്റെ ഇഫക്റ്റ്? നൗ ഐ ആം ഫ്രീ. ഞാൻ ആ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ഫ്രീ ആണ്. ഐ ഡോണ്ട് ഹാവ് എനി മോർ വർക്ക് ടു ഡു. ഓക്കെ, നൗ ലെറ്റ് us move to the fourth usage. Here it is used to denote an action beginning at some time in the past and continuing up to the present moment. അതായത് ഭൂതകാലത്തിലെ ഏതോ ഒരു സമയത്ത് തുടങ്ങിയതും എന്നാൽ ഇപ്പോൾ വർത്തമാനകാലത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വർത്തമാനകാലം വരെ, ഈ പ്രസൻറ്റ് ടൈം വരെയും പ്രസൻറ്റ് മൊമെൻ്റ് വരെയും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ടെൻസ് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന്, ഐ ഹാവ് നോൺ ഹർ ഫോർ എ ലോങ് ടൈം. ഞാൻ അവളെ കുറേ കാലമായിട്ട് അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് മുൻപ് എപ്പോഴും പരിചയപ്പെട്ടതാണ്, ഇപ്പോഴും ആ പരിചയം നിലനിൽക്കുന്നു എന്നൊരർത്ഥത്തിൽ വേണമെങ്കിൽ പറയാവുന്നതാണ്. ഹി ഹാസ് ബീൻ സിക്ക് സിൻസ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച മുതൽ അദ്ദേഹം രോഗബാധിതനാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന നിമിഷവും അദ്ദേഹം ആ രോഗത്തിൽ തന്നെയാണ്, അവസ്ഥയിൽ തന്നെയാണ്. ഒരുപക്ഷെ നെക്സ്റ്റ് മൊമെൻ്റ് അദ്ദേഹം അതിൽ നിന്നും മുക്തി നേടിയേക്കാം. പക്ഷേ ഈ പറയുന്ന നിമിഷം വരെയും അദ്ദേഹം രോഗാവസ്ഥയിൽ തന്നെയാണ് എന്നൊരു മീനിങ് ആണ് അവിടെ ഉള്ളത്. ആ നിമിഷം വരെയും. ഓക്കെ, വി ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 25 years. ഞങ്ങൾ ഇവിടെ 25 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയപ്പെടുന്ന ഒരു സ്ഥലം, പ്രത്യേക സ്ഥലത്ത് ആരാണോ സംസാരിക്കുന്നത് അവർ 25 വർഷം താമസിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ അതിനുശേഷം അവിടെ നിന്ന് സ്ഥലം മാറി പോകുന്നുണ്ടാകാം, മറ്റെവിടെയെങ്കിലും താമസിക്കുന്നുണ്ടാകാം. ഏതായാലും 25 വർഷങ്ങൾക്ക് മുൻപ് വരെ ഈ ഒരു 25 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന ഈ ഒരു നിമിഷം വരെയുള്ള കാര്യം, അതിന് ഇഫക്റ്റ് ഉണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വി ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 25 years. 25 വർഷത്തോളം ഞങ്ങളിവിടെ താമസിച്ചിട്ടുണ്ട്. ദേ ഹാവൻറ്റ് മെറ്റ് ഫോർ സെവറൽ മന്ത്സ്. കുറേ മാസങ്ങളായിട്ട് അവർ കണ്ടുമുട്ടിയിട്ടേയില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഈ പറയുന്ന നിമിഷം വരെയും അതിന് ഇഫക്റ്റ് ഉണ്ട്. ആ പറയുന്ന നിമിഷം വരെയും അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല എന്നാണ് ആ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, I think you have noticed the usage of two particular words in all the sentences given here as examples. I think the for and since. Okay,
അല്ലെ? ഈ വാക്യങ്ങളിലെല്ലാം ഫോർ, സിൻസ് തുടങ്ങിയ 2 വേർഡുകളുടെ ഉപയോഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ഈ നാലാമത്തെ ഉപയോഗം, ടു ഡിനോട്ട് an action beginning at some time in the past and continuing up to the present moment എന്ന രീതിയിലുള്ള ഉപയോഗത്തിൽ വരുമ്പോൾ നമ്മൾ ഫോർ, സിൻസ് തുടങ്ങിയ വേർഡുകൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ ആൻ ഇയർ, ഒരു വർഷത്തോളമായിട്ട്. സിൻസ് ലാസ്റ്റ് മന്ത് എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ മാസം മുതൽക്ക്. ഈ മുതൽക്ക് അല്ലെങ്കിൽ ഇത്രത്തോളം ഇങ്ങനെയൊക്കെ ഉള്ള സെൻസിൽ പറയാൻ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഫോറും സിൻസും യൂസ് ചെയ്യാറുണ്ട്. സിൻസ് എന്ന വേർഡിൻ്റെ അർത്ഥം മുതൽ എന്നാണ്. സിൻസ് ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വീക്ക് മുതൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച മുതൽ. ലാസ്റ്റ് മന്ത്, സിൻസ് ലാസ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം മുതൽ. അങ്ങനെ ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. ആ ഒരു ഡ്യൂറേഷനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ യൂസേജും അതിൻ്റെ ഫോമുമായിട്ട് കണ്ടുമുട്ടാം. സോ താങ്ക് യു.